ഇന്നലെ രാത്രിയിൽ നല്ല കാറ്റായിരുന്നു. മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അതാ മുറ്റത്ത് നിറച്ചും അത്തപ്പൂക്കളം ഇട്ട പോലെ പൂക്കളായിരുന്നു. ഈ ഒരു മരത്തിലെ പൂവില്ലേ, ഇത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയാണല്ലേ. പക്ഷേങ്കിൽ ഇതിപ്പോൾ പൂവെല്ലാം പൊഴിഞ്ഞു പൊഴിഞ്ഞ് ഇലയായി വരുന്നുണ്ട്. ഇതിങ്ങനെ പൊഴിഞ്ഞു വീഴുന്നതുകൊണ്ട് വൈകിട്ടാകുമ്പോഴത്തേനും നല്ല പണിയാണ്. എല്ലാ ദിവസവും വൈകിട്ട് അടിച്ചു വാരിയിട്ടാലും പിറ്റേ ദിവസം രാവിലെ ഇതിൻ്റെ ചുവട്ടി നിറച്ച് ഇതുപോലെ പൊഴിഞ്ഞു വീണിട്ടുണ്ടാവുമേ. രാവിലെ എന്തായാലും അത് അടിക്കാൻ പോയ കാര്യം നടക്കില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ അടുക്കളയിൽ വന്നിട്ട് ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയാണ്. അപ്പോൾ രാവിലെ തന്നെ മുട്ടക്കറിയാക്കി അതിനുശേഷം ചപ്പാത്തി ഉണ്ടാക്കി. കുറേ നാളായിട്ടുണ്ടായിരുന്ന ചപ്പാത്തിയൊക്കെ ആക്കിയിട്ട് അങ്ങനെ അടുക്കള പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി അടിച്ചു വാരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഈ ലവ് ബേർഡ്സിൻ്റെ കൂടിൻ്റെ താഴെ കുറച്ച് ആ തിനയെല്ലാം കൂടെ വീണിട്ട് കിളുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ആദ്യമേ അങ്ങ് പറിച്ച് കളഞ്ഞു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ മഴയൊന്നും പെയ്യാറില്ല കേട്ടോ. നല്ല വെയിലാണ് ഇപ്പോൾ, കണ്ടില്ലേ. ഉള്ള മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് തന്നെ പുല്ലിങ്ങനെ അതിലേക്ക് കിളുത്ത് വരുന്നുണ്ട്. അത് കുറേശ്ശെയായിട്ട് പറിച്ച് കളയണം. പിന്നെ ഇത് നമ്മുടെ റംബൂട്ടാൻ കണ്ടില്ലേ, അതൊക്കെ പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ റംബൂട്ടാൻ എത്രത്തോളം പഴുത്തു, പറിക്കണോ ഇന്ന് പറിക്കണോ നാളെ പറിക്കണോ അങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ 2-3 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം പഴുത്തിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പറിച്ചിട്ടില്ല കേട്ടോ. ഒരെണ്ണം മാത്രം പറിച്ച് കഴിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ ഈ വെയിലത്ത് അടിക്കാൻ ഇറങ്ങിപ്പോയല്ലോ എന്നായിപ്പോയി. കാരണം അത്രയ്ക്കും പൊരിഞ്ഞ വെയിലായിരുന്നു. ആ വെയിൽ മുഴുവൻ കൊണ്ട് ഞാൻ ഇറങ്ങിയതല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുള്ളായിട്ടും അടിച്ചു വാരിയേ. പൂവൊക്കെ നല്ല അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു കാര്യമില്ല, വൈകിട്ടാകുമ്പോൾ ഇതേപോലെ തന്നെ പൂവാകും. അങ്ങനെ അടിച്ചുവാരലെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് വിയർത്തിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ പൊരിഞ്ഞ വെയിലായിരുന്നു. അപ്പോൾ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ